വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപർണ ആദിത്യ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നതിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അത് പോസ്റ്റ് ചെയ്ത സമയത്ത്. പക്ഷേ ഒരുപാട് പേര് എൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക്സ് തന്നിട്ടുണ്ട്. ജെന്യുവനായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തമ്മിലേക്ക് കണ്ടതുപോലെ ഞാനൊരു ഗെറ്റ് ടു നോ വീഡിയോ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. പുതുതായിട്ട് വന്നവർക്ക് അറിയില്ലെന്ന് പറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആണോ അവിടെ ആണോ ക്യാമറ നോക്കേണ്ടത്, എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കാം. അപ്പോൾ ഒരുപാട് പേർക്ക് എന്നെ അറിയില്ല, പുതുതായിട്ട് കാണുന്ന ഒരു ഫേസ് അല്ല. അപ്പോൾ ഞാൻ എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിൻട്രസ്റ്റിൽ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ആൻസർ ചെയ്യുന്നതനുസരിച്ച് എനിക്ക് ആൻസേഴ്സ് തരാമല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. വാട്ട് ഈസ് യുവർ ഫുൾ നെയിം? മൈ ഫുൾ നെയിം അപർണ സുദർശന ബാബു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എന്താണ് അപർണ ആദിത്യ എന്ന് ഞാൻ ചൂസ് ചെയ്തതെന്ന് പറയാം. എൻ്റെ അച്ഛനിട്ട പേരാണ് അപർണ, എനിക്ക് അമ്മ ഇട്ട പേരാണ് ആദിത്യ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് എവിടെയും ഞാനത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെന്ന്. അപ്പം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അതിന് പറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അമ്മയുടെ ആഗ്രഹം പോലെ ഈ പേര് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന്. അങ്ങനെയാണ് ഞാൻ അപർണ ആദിത്യ എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ പേരിട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ഐ എം ഡൂയിങ്? ഐ എം ഡൂയിങ് മൈ PhD ഇൻ സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഇൻ ഇറ്റലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഓൾഡ് ആം ഐ? കണ്ടാൽ എത്ര തോന്നുന്നു എനിക്കറിയില്ല. എനിക്ക് 25 വയസ്സുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പം, ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്ക് ഇവിടെ ഓരോ കാര്യങ്ങൾക്ക് പോകണമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ യു ലുക്ക് സോ യങ്. എൻ്റെ അടുത്ത് പറഞ്ഞത് 16 വയസ്സൊക്കെ ആട്ടോ. ഞാൻ ചോദിച്ചു ഓക്കെ 16 ജസ്റ്റ്. അയ്യോ എനിക്കറിയില്ല, ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഇവിടെ ഓരോരുത്തർ പോകുമ്പോഴും അവരെന്നെ മീറ്റ് ചെയ്യുമ്പോൾ നല്ല സാറിനാണ് കേട്ടോ ഇവിടെ എല്ലാവരും. ഇങ്ങനെ ഇതാണ് എൻ്റെ ഏജ്. ഐ എം 25 years old. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ആർ യു ഫ്രം? എൻ്റെ പ്ലേസ് കൊല്ലമാണ്. ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എല്ലാം കൊല്ലത്താണ്. ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ പ്ലേസ് വരുന്നത്, അത് ഇറ്റലിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? നിങ്ങൾക്ക് എൻ്റെ ഫേസ് ഉണ്ടാലേ അറിയാം, ഞാൻ നല്ല ടെൻഷനിലാണ്. നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ശീലമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ടെൻഷനായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫീലിങ്സ്. ഓക്കെ, ഇവിടെ ടൈം 8:33 ആയി കേട്ടോ. പക്ഷെ നല്ല വെട്ടമുണ്ട്, കാരണം ഇവിടെ ഏകദേശം 9 മണിയാകുമ്പോഴാണ് ഇപ്പം രാത്രിയാവുന്നത്. പകൽ സമയം കൂടുതലാണ് ഇപ്പം ഇറ്റലിയിൽ. ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് സമയമില്ലല്ലോ. എൻ്റെ ഒരു PhD സ്റ്റുഡൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ മിക്സഡ് അല്ലേ. അത്രയും ബിസി ഷെഡ്യൂൾ. എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ചാനലാണിത്. അപ്പോൾ എനിക്ക് കമ്മിറ്റ്മെൻറ്റും എനിക്ക് പുതുതായിട്ട് എൻ്റെ ലൈഫിലേക്ക് കുറേ ആളുകൾ വരുമ്പം അവരോടൊരു കമ്മിറ്റ്മെൻറ്റും അവരോടൊരു കമ്മ്യൂണിക്കേഷനും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ 8:33 ആയതേ ഉള്ളൂ. അത്യാവശ്യം വെട്ടമുണ്ട്, നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാവേ. നെയിം 3 things you love. ഐ ലവ് കുക്കിംഗ്. പക്ഷെ ഞാൻ അത്ര വലിയ കുക്കും ഷെഫൊന്നും അല്ല. ഐ ലവ് കുക്കിംഗ്, ഐ ലവ് ഡാൻസിങ്, ഐ ലവ് ഡൂയിങ് ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ്സ്. സീരിയസ്ലി ഐ ലൈക്ക് ദിസ് ടു ഡു. അപ്പോൾ ഡാൻസിങ്ങിനെ പറ്റി പറയാം. ഇവിടെ വന്നതിന് ശേഷം എനിക്കിവിടെ സംസാരിക്കാൻ പോലും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പാട്ടിട്ട് കുറേ നേരം ഡാൻസ് കളിക്കും. എന്നെ പോലെ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കറിയാൻ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇങ്ങനെ ഒറ്റയ്ക്ക് പാട്ടൊക്കെ ഇട്ട് കുറേ നേരം ഡാൻസ് കളിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം 3 things that upset you. എനിക്ക് അപ്സെറ്റ് ആവുന്ന കാര്യം 1. അപ്പോൾ ഒരാൾ നമ്മളെടുത്ത് വെറുതെ ദേഷ്യപ്പെടും. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒരു തെറ്റില്ലെങ്കിൽ അത് അവർ മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മളെടുത്ത് ഷൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്. പിന്നെ നമ്മളൊരുപാട് വാല്യൂ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ആ ഒരു തിരിച്ച് വാല്യൂ തരാതിരിക്കുമ്പോൾ എനിക്കതും നല്ല സങ്കടമുണ്ട്. 3ാമത്തത് ഫേക്കായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ നമ്മളെടുത്ത് പുറമെ ഒന്ന് കാണിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ വേറെ ആയിരിക്കും. സോ ഈ 3 things ആണ് എനിക്ക് അപ്സെറ്റ് ഉള്ളത്. ലൈറ്റ് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ബട്ട് ഓക്കെ, പെട്ടെന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ദെൻ മൈ ഫേവറേറ്റ് ഫുഡ്
മൈ ഫേവറേറ്റ് ഫുഡ് മന്തി 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 മന്തി. ഐ ലൈക്ക് മന്തി. എന്നെ പോലെ മന്തി ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കറൻ്റ്ലി നല്ല മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ മന്തിനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു സ്പീക്ക് എനി അതർ ലാംഗ്വേജ് എസൈഡ് ഫ്രം ഇംഗ്ലീഷ്? എനിക്ക് ഇംഗ്ലീഷ് അല്ലാണ്ട് മലയാളം എൻ്റെ നേറ്റീവാണ്, അതെനിക്കറിയാം. ദെൻ ഹിന്ദി, എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം. തമിഴ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഞാൻ സംസാരിക്കും. ദെൻ ഞാനിപ്പം ഇറ്റാലിയൻ പഠിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം ഓർമ്മ വന്നത്, എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കുറേ പേരെൻ്റെ അടുത്ത് എൻ്റെ ആക്സെൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മേ ബി എനിക്ക് എന്നെ പേഴ്സണലി എന്നോട് സംസാരിച്ചിട്ടുള്ളവർക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പം അവർക്കത് അങ്ങനെ തോന്നിക്കാണില്ല. ബിക്കോസ് ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് കുറേ പേര് എൻ്റെ അടുത്ത് എൻ്റെ ആക്സെൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ യു ആർ സ്പീക്കിംഗ് വെരി ഡിഫറെൻറ്റ്, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നപ്പം കുറച്ചുകൂടി എനിക്ക് അറിയില്ല. ഇപ്പം വീഡിയോ കണ്ട് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി. ആൻഡ് ദെൻ വന്ന സമയത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ടേ. ഞാൻ ഇവിടെ വന്നപ്പം ഒരു മലയാളി പോയിട്ട് ഒരു ഇന്ത്യൻ പോലും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷും അറിയില്ല. സോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫോണിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ അവരുടെ ഇറ്റാലിയൻസിൻ്റെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ഒരു വേഗമായിട്ടുള്ള ഇംഗ്ലീഷാണ്. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ പോലെ സംസാരിച്ചാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ, നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഇറ്റാലിയൻ ചാവോ ബോൺജിയോർനോ എല്ലാം നീട്ടിയിട്ടുള്ള സംസാരമാണ്. മൊത്തത്തിൽ ഇനി എൻ്റെ ആക്സെൻറ്റ് മാറിയോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് ആയോ എന്ന് എനിക്ക് അറിയത്തുമില്ല. അത് നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ എന്നെ അറിയാവുന്നവരും പുതുതായിട്ട് കാണുന്നവരെല്ലാം ആക്സെൻറ്റിനെ പറ്റി പറഞ്ഞപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ റീസൺ കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു മിസ് എനിത്തിങ് റൈറ്റ് നൗ? യെസ്, ഐ മിസ് മൈ ഹോം. എൻ്റെ അച്ഛൻ, എൻ്റെ ഫാമിലി എല്ലാവരും എനിക്ക് മിസ് ചെയ്യുന്നു. എൻ്റെ നാട് മിസ് ചെയ്യുന്നു. എനിക്ക് മലയാളീസിനെ മിസ് ചെയ്യുന്നു. യെസ്, ഐ എം മിസ്സിങ് എവറിത്തിങ് റിലേറ്റഡ് ടു കേരള. എനിക്ക് നല്ല മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ വിച്ച് ഫോൺ ഐ ആം യൂസിങ്? ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഐഫോണിലാണ്. 11 ആണ്, പക്ഷേ അത് എടുത്തിട്ട് 4 വർഷമായി. ആൻഡ് ഇത് സാംസങ്. എൻ്റെ അച്ഛൻ എനിക്ക് പോയപ്പം എന്തായാലും ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറവാണെന്ന് പറഞ്ഞ് എനിക്ക് തന്നു വിട്ടതാണിത്. അപ്പോൾ ഞാൻ സാംസങ്ങും ഐഫോണുമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പെട്ടത്തിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റീജിയൻ, ടെർണി, ഇറ്റലിയിലെ അംബ്രിയ എന്നുള്ള റീജിയനിലെ ടെർണി ഒരു സ്മോൾ സിറ്റിയാണ്, പക്ഷെ അടിപൊളിയാട്ടോ. കുഞ്ഞു കുറേ അത്ഭുതങ്ങളുള്ളൊരു പ്ലേസാണ്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകൾ എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹം തോന്നി. ലൈക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്ന കാര്യങ്ങൾ കുറച്ച് പേരെ കാണുമ്പോൾ അവർക്കൊരു ഇവിടെ വന്ന് കാണാൻ പറ്റാത്തവർക്ക് കാണാമല്ലോ, അല്ലെങ്കിൽ ഞാൻ കണ്ടത് എല്ലാവർക്കും കാണിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചാനൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിലെൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ, എൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എനിക്ക് കുറച്ച് ആളുകൾ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് കൂടി ആവും എന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത്. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ മുന്നോട്ടുള്ള വീഡിയോയിൽ പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ദെൻ ഞാൻ പുതിയ അടിപൊളി കാര്യങ്ങളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഗെറ്റ് ടു നോ മീ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. Bye. Thank you for watching. See you next video. Bye bye.